രാഷ്ട്രീയ പാർട്ടികളുടെ ചങ്കിടിപ്പ് ഉയർത്തി കോഴിക്കോട് ജില്ലയിൽ പോളിംഗ് ശതമാനത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ. ചില മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചപ്പോൾ ചില മണ്ഡലങ്ങളിൽ പോളിംഗ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കുറയുകയും ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ പോളിംഗ് ശതമാനത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ചങ്കിടിപ്പ് ഉയർത്തുന്നത്. ജില്ലയിൽ പോളിംഗ് ശതമാനം ഉയർന്നെങ്കിലും കുറ്റ്യാടി, നാദാപുരം, വടകര മണ്ഡലങ്ങളിൽ കുറവുണ്ടായി. ബേപ്പൂർ, കോഴിക്കോട് സൗത്ത്, കോഴിക്കോട് നോർത്ത് മണ്ഡലങ്ങളിലാണ് 5% പോളിംഗ് ഉയർന്നത്. 8 സീറ്റിൽ കുറയാതെ നേടുമെന്നാണ് UDF കണക്ക്. 8 സീറ്റ് നിലനിർത്താനാവുമെന്ന് LDFും വിലയിരുത്തുന്നു. ആവേശകരമായ രാഷ്ട്രീയ പോരാട്ടം നടന്ന കോഴിക്കോട് വോട്ടെടുപ്പ് അവസാനിച്ചപ്പോൾ LDFും UDFും പ്രതീക്ഷ കൈവിടുന്നില്ല. മന്ത്രി PM മുഹമ്മദ് റിയാസും PV അൻവറും മത്സരിച്ച ബേപ്പൂരിൽ 4.34% വർധനവാണ് പോളിംഗിലുണ്ടായത്. UDF വലിയ പ്രതീക്ഷ വയ്ക്കുന്ന കോഴിക്കോട് സൗത്ത്, നോർത്ത്, എലത്തൂർ മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം നല്ല തോതിൽ ഉയർന്നു. തിരുവമ്പാടി, കൊയിലാണ്ടി, ബാലുശ്ശേരി, കുന്നമംഗലം മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം വർദ്ധിച്ചു. അതേസമയം സാധാരണയായി ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തുന്ന വടക്കൻ മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതും രാഷ്ട്രീയ പാർട്ടികളെ ഞെട്ടിച്ചിട്ടുണ്ട്. കുറ്റ്യാടി, വടകര മണ്ഡലങ്ങളിൽ 2%, നാദാപുരത്ത് 1.68% പോളിംഗ് കുറഞ്ഞു. TP രാമകൃഷ്ണനും ഫാത്തിമ തഹ്ലിയും മത്സരിച്ച പേരാമ്പ്രയിൽ 1.31% കുറവാണ് പോളിംഗിലുണ്ടായത്. ലീഗിന് വലിയ വെല്ലുവിളി ഉയരാത്ത കൊടുവള്ളിയിലും 1.46% പോളിംഗ് കുറവുണ്ടായി. SIRന്റെ പ്രതിഫലനമാണോ മുന്നണി വോട്ടുകളുടെ മരവിപ്പാണോ ഈ മണ്ഡലങ്ങളിൽ സംഭവിച്ചതെന്നറിയാൻ വോട്ടെണ്ണൽ വരെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. കോഴിക്കോട് ആകെയുള്ള 13 സീറ്റിൽ LDFന് 11ഉം UDFന് 2ഉമാണ് നിലവിലുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ 8 മുതൽ 10 വരെ സീറ്റുകൾ നേടുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. 4-5 സീറ്റ് നഷ്ടപ്പെട്ടാലോ മേൽക്കൈ നിലനിർത്താനാവുമെന്ന് LDFും കരുതുന്നു. ന്യൂനപക്ഷ മേഖലയിലെ ശക്തമായ പോളിംഗും ബൂത്ത് തല പ്രവർത്തനങ്ങളിലെ ആത്മവിശ്വാസവുമാണ് UDFന് പ്രതീക്ഷ. ജില്ലയിലെ LDF അടിത്തറയ്ക്ക് ഇളക്കമുണ്ടാവില്ലെന്നാണ് ഇടതുമുന്നണിയും കരുതുന്നത്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.